ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കുറേ നാളായില്ലേ മാത്സ് ഒക്കെ ചെയ്തിട്ട്, അതിന് ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് തന്നെ. അതുകൊണ്ട് നമുക്ക് ഇന്നൊരു മാത്സിൻ്റെ വീഡിയോ ചെയ്യാം. പിന്നെ എനിക്ക് എപ്പോഴും നല്ലപോലെ വ്യൂസ് കിട്ടുന്ന ഒരു കാര്യമാണ് MTSE എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ, പക്ഷെ അതിന് നല്ല വ്യൂസ് കിട്ടി. അതുകൊണ്ട് ഇന്ന് നമ്മൾ MTSEൻ്റെ വേറൊരു 6ാം ക്ലാസ്സിലെ MTSEൻ്റെ വേറൊരു വീഡിയോ അല്ല, ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് MTSEയിൽ ഇന്ന് നമ്മൾ 7 ക്വസ്റ്റ്യനെ നോക്കുന്നുള്ളൂ. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ എനിക്കൊരു ചെറിയ വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം ഞാൻ ഓരോന്നും ചെയ്ത് കാണിച്ചു തരാം. ഇതെൻ്റെ പഴയ ബോർഡ്, പണ്ട് ഞാൻ എഴുതിക്കൊണ്ടിരുന്ന ബോർഡാണ്. അപ്പോൾ ഇതിൽ ഞാൻ എല്ലാം എഴുതി കാണിച്ചു തരുകയും ചെയ്യാം. പിന്നെ ഇതിൽ നമുക്ക് ഫെയർ ബുക്കായിട്ട് യൂസ് ചെയ്യാം. മീൻസ് നമുക്ക് ഇതിൽ നോട്ട്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ഇതിൽ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ എല്ലാം സെറ്റാണ്. അപ്പോൾ നമുക്കിനി MTSEയിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ വെയിറ്റ് ഓഫ് A ഈസ് 60 kg, അതായത് A എന്ന് പറഞ്ഞ സാധനത്തിന് 60 കിലോ ആണ്. അത് കഴിഞ്ഞ് വെയിറ്റ് ഓഫ് B ഈസ് 45 kg, ബിക്ക് 45 കിലോഗ്രാം. പിന്നെ ഇനി വെയിറ്റ് ഓഫ് C ഈസ് 54 kg, അതായത് സിക്ക് 54 കിലോഗ്രാം. Then what is the average weight of 3 persons? ഈ എയും ബിയും സിയും ആൾക്കാരായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ആവറേജ് വെയിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. പിന്നെ ആദ്യം തന്നെ കുറച്ച് ക്ലെവർ ആയിട്ട് നമുക്ക് ഇങ്ങനെ നോക്കാം. കാരണം എന്തെന്ന് വെച്ചാൽ ടൈം ഒന്നും കാണില്ല നമുക്ക് MTSEയിൽ. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ക്ലെവർ ആയിട്ട് നോക്കണം. ഈ ആവറേജ് എന്ന് പറയുമ്പം നമ്മൾ ഇത് 3 എടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് അതിലെ നമ്പർ ഇപ്പം 3 എണ്ണം ഉള്ളതുകൊണ്ട് ഇതിന് 3നെയും പ്ലസ് ചെയ്യും, അതായത് ആഡ് ചെയ്തിട്ട് ഒരു ടോട്ടൽ ആക്കും. അതിനെ ഈ 3 അല്ലേ ഈ 3 എണ്ണം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ 3 ഡിവൈഡഡ് ബൈ 3 ചെയ്യും. ഇത് 3 ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 3 ചെയ്യും. അപ്പോൾ ഒരിക്കലും നമുക്ക് 159 കിലോവും കിട്ടൂല, 3 കിലോവും കിട്ടൂല, അത് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് അത് രണ്ടും മാറ്റാം. ഇനി നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. 43 കിലോഗ്രാം ആണോ 54 കിലോഗ്രാം ആണോ 54 കിലോഗ്രാം ആണോ എന്ന് നമുക്ക് നോക്കാം. ശരിക്കും ഓപ്ഷനിൽ ഒരു ചെറിയ തെറ്റുണ്ട്. ഇവിടെ 53 കിലോഗ്രാം ആയിരുന്നു വരേണ്ടത്. 53 കിലോഗ്രാം ആണോ വരികയാണെന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്കിനി നമ്മുടെ വർക്ക് ബുക്കിലോട്ട് കിടക്കാം. ഇനി ഇവിടെ വർക്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 60 പ്ലസ് നമ്മൾ 45 ചെയ്യും. അപ്പം 105 കിട്ടും. ഇനി 105 പ്ലസ് നമുക്ക് എത്രയായിരുന്നു ഇവിടെ തന്നിരിക്കുന്നത് 54. അപ്പോൾ ഇവിടെ 159 ഇവിടെ കൊടുത്തിരുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നത്. എന്തായാലും നമുക്കിനി ചെയ്യാനുള്ളത് ഇതിനാണ്. നമുക്ക് എനിക്ക് മായ്ക്കാൻ വയ്യ. എന്നിട്ട് നമ്മൾ അതിന് ഇവിടെ ഇങ്ങനെ 159 ഡിവൈഡഡ് ബൈ 3. അപ്പം 3 എന്ന് പറയുമ്പോൾ 15ൽ പോവുമോ? പോവും. 5, അപ്പോൾ ഇവിടെ 5 വരും. പിന്നെ ഇവിടെ 3 3s 53 ആണ് വരുന്നത്. നേരത്തെ ഓപ്ഷനിൽ 54 ആയിരുന്നു, പക്ഷെ അതിനിപ്പോൾ 3 ആയിക്കൊണ്ട് ഓപ്ഷൻ ഡി 53 ആണ് ഇതിൻ്റെ ക്യാൻസർ. 53 kg ആണ് ഇതിൻ്റെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 53 kg. 53 kg ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഡി ആണ് ഓപ്ഷൻ ആൻസർ. ഡി 53 kg. ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്നത്. പിന്നെ കുറച്ച് ക്ലെവർ ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസിനെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ കുറവായിരിക്കും. അപ്പോൾ ഇതിനെയും കൂടെ വെട്ടിട്ട് ആൻസർ A 53 kg. ഇതാണ് ആൻസർ. അടുത്തത് ഒരു ആവറേജിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് ഞാൻ MTSE ഗൈഡിൽ നിന്ന് നേരിട്ടെടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പം നമുക്ക് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. MTSEൻ്റെ ഒരു ഗൈഡ് നമുക്ക് കിട്ടുമല്ലോ, അതിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് മാത്രം ഞാൻ ഈ സ്ലൈഡിലോട്ട് മാറ്റി. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സ്ലൈഡിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ തൊട്ട് മറ്റേ സ്ലൈഡ് തന്നെയായിരിക്കും. സ്ലൈഡല്ല, മറ്റേ ബോർഡ്. ഓക്കെ, അപ്പോൾ നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് വിൽ ബി ദ ആവറേജ് ഓഫ് നമ്പർ ഫ്രം 1 to 51? 1 to 51 വരെയുള്ള നമ്പേഴ്സിൻ്റെ ആവറേജ് നമ്മൾ കണ്ടുപിടിക്കണം. അതാ
പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട് A1 പ്ലസ് AN/2 എന്ന് പറയുന്ന ഫോർമാറ്റ്. അതായത് A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ 1 ആണ് ഫസ്റ്റ് നമ്പർ. AN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്പർ ആയിട്ടുള്ള 50 വന്നു. 8 ഡിവൈഡഡ് ബൈ 2 ആണ് ഇതിലെ ഫോർമാറ്റ്. അപ്പോൾ 52 ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 52 ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് കിട്ടേണ്ടത്. 8 അത് കഴിഞ്ഞ് ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. അപ്പോൾ ഇത് വെട്ടി ഇവിടെ 2 വരും. ഇവിടെ 2 വന്നു കഴിഞ്ഞിട്ട് എന്താണ് 2 വന്നു കഴിയുമ്പോൾ പിന്നെ ഇവിടെ റിമൈൻഡർ ഒരു 1, കാരണം 4 അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ 2 വരിക. അതിൻ്റെ ഒരു റിമൈൻഡർ 1 വരും. അപ്പോൾ ഇത് 12 ആവും. 12 ആയി കഴിയുമ്പോൾ 12 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 6. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 26 ആണ്. പിന്നെ ഇല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ക്വസ്റ്റ്യന് മാത്രം ഞാൻ ഓപ്ഷൻ എഴുതാൻ മറന്നുപോയി. കുഴപ്പമില്ല, ഇതെന്തായാലും ഇതിൻ്റെ ആൻസർ 26 ആണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ നമുക്കിനി എന്താണ് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമുക്കിനി തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The average of 4 consecutive even number is 27. What is the greatest number? ഇനി നമുക്ക് എന്താണ് കോൺസിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു പദത്തിൽ നമുക്കൊരു സംശയം കാണാം. എന്താണ് കോൺസിക്യൂട്ടീവ്? കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള നമ്പേഴ്സ് മീൻസ് 1 2 3 4 ഇത് അടുത്തടുത്താണ്. ഇപ്പോൾ ഈ 4ന്റെ ഒരു കോൺസിക്യൂട്ടീവ് നമ്പർ ആയിരിക്കില്ല 9, കാരണം അത് അടുത്തടുത്തല്ല ഉള്ളത്. അപ്പൊ ഇത് ഈ 4 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ കോൺസിക്യൂട്ടീവും ആയിരിക്കണം ഈവനും ആയിരിക്കണം. അങ്ങനെയാണ് ഇത് തന്നിരിക്കുന്നത്. ആവറേജ് ഓഫ് 4 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ഈസ് 27. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ? അപ്പൊ നമുക്കിനി നോക്കാം. ഈ ആദ്യം തന്നെ ഒരു തന്നിരിക്കുന്ന നമുക്ക് ഏറ്റവും പ്രത്യക്ഷമായി കാണാൻ പറ്റുന്നതാണ് ഈവൻ എന്ന് പറഞ്ഞ പദം. അപ്പം ഇതിൽ 29 എന്ന് പറഞ്ഞാൽ ഒരു ഈവൻ നമ്പർ അല്ല. അടുത്ത നമുക്കിനി ബാക്കി 3 കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിൽ ഓരോരുത്തരെ വെച്ച് തന്നെ തുടങ്ങാം. ആദ്യം 26 ആണ് നമ്മൾ നോക്കേണ്ടത്. അതിനെ എടുക്കാം. ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ ശരിക്കും വരുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് A പ്ലസ് B പ്ലസ് C പ്ലസ് D ഇങ്ങനെയായിരിക്കും ഫോർമാറ്റ് വരുന്നത്. അപ്പൊ അതിൽ D ആണ് 26. നമുക്ക് D മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ബാക്കിലോട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് ഇത് C എന്ന് പറയുന്നത് 24, B എന്ന് പറയുന്നത് 22, A എന്ന് പറയുന്നത് 20. അപ്പൊ ഇങ്ങനെയായിരിക്കും. ഇനി ഇതിനെ 3നെയും ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിനെ 3നെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2 പ്ലസ് അപ്പം നമുക്കിത് കിട്ടുന്നതെന്ന് പറയുന്നത് 90 എത്ര 92 ആയിരിക്കും കിട്ടുന്നത്. നോക്ക് 2 4 2 ഉണ്ട്, പിന്നെ ഒരു 0, പിന്നെ ഒരു 4, പിന്നെ ഒരു 6, പിന്നെ ഒരു 2. അപ്പോൾ ഇവിടെ 12 ആയിരിക്കും. ഇവിടെ 1 വരും, 8 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 8 പ്ലസ് 2 അപ്പം 92 ആയിരിക്കും വരിക. അപ്പോൾ ആ 92 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ. തീർന്നില്ല, അതിൻ്റെ ആവറേജ് ആക്കണം. അതിന് 92/4 ചെയ്യണം. 92/4 എന്ന് പറയുമ്പോൾ ഇത് വെട്ടി, കാരണം ഇവിടെ നമുക്ക് ഡിവിസിബിൾ അല്ല. അപ്പോൾ ഇവിടെ 8 ആയിരിക്കും. 8 1 ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇത് 12 ആവും. ഇത് അപ്പോൾ 2, ഇവിടെ 12 മാറ്റുമ്പോൾ 23 ആണ് നമുക്ക്. പക്ഷെ വേണ്ടത് 27 ആണ് നമുക്ക് വേണ്ടത്, 23 അല്ല. അപ്പോൾ അടുത്ത നമുക്ക് 30 എടുക്കാം. D എന്ന് പറയുന്നത് 30. അപ്പോൾ 30 ഇവിടെ 28 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 26, പിന്നെ 26 കഴിഞ്ഞാൽ 24 ആയിരിക്കും അടുത്ത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത്. അപ്പോൾ 24ഉം വരും. ഇനി അടുത്തത് ഇതിനെല്ലാത്തിനെയും കൂടെ ആഡ് ചെയ്യണം. നോക്കൂ, 30 പ്ലസ് ഇവിടെ കാണിച്ചാൽ 30 പ്ലസ് 24
54. 54 plus 26 is equal to 50 plus 2. 50 plus 5 plus 2 എത്രയാ? 70. 70 plus ഒരു 1 കൂടെ ചേർത്ത് 80. അപ്പോൾ 80 ആയിരിക്കും വരിക. അത് കഴിഞ്ഞ് 80 പ്ലസ് അടുത്ത നമുക്ക് ഇതിലുള്ളത് 28 ആണ്. 28 കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ 108 ആയിരിക്കും വരിക. ഈ 108നെ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 10 പോവില്ല. അപ്പോൾ ഇവിടെ 2 കൊടുക്കാം. ഇവിടെ എത്ര വരും? 1 അല്ല 2 വരും. 8 ഇവിടെ 28 പോവോ? യെസ്, 7 പോവും. അപ്പം 108 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 27 ആണ്. നമ്മൾക്ക് വേണ്ട നമ്പർ എന്തായിരുന്നു? 27 ആയിരുന്നു. അപ്പൊ 27 നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായി 26 അല്ല 32 അല്ല. ആൻസർ എന്ന് പറയുന്നത് 30 ആണ്. ഇത്രയും ചെയ്തപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് കാണുക. ഇപ്പൊ നമുക്ക് അപ്പൊ ഈ തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ സി 30 ആണ്. തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ 36 അല്ല 30. Find the product of first natural number and the first prime number. First natural number എന്ന് പറഞ്ഞാൽ 1. ഫസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. ഈ രണ്ടും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 2. അപ്പം ഫോർത്ത് വണ്ണിൻ്റെ ആൻസർ 2 ആണ്. അടുത്ത മെഷർമെന്റ് ഓഫ് എൻ ആംഗിൾ അറൗണ്ട് എ പോയിന്റ് ഈസ് കോൾഡ്. അതായത് ഇതൊരു പോയിന്റ്. അപ്പൊ ഇതിന്റെ ചുറ്റിനുള്ള ആംഗിൾ ഫുള്ള്. അപ്പം അത് 360 ഡിഗ്രിയാണ്. നമുക്ക് എല്ലാവർക്കും അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മെഷർമെന്റ് ആണ് 360. അപ്പം ഒരു ഫുൾ സർക്കിൾ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രിയാണ്. അപ്പം ഇതിന്റെ ഫിഫ്ത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ 360 ഡിഗ്രി. നമുക്കുള്ള സിക്സ്ത് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ റെസിപ്രോക്കൽ ഓഫ് 2/2 മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. 2/2/3 അതായത് 2 ഹോളും പിന്നെ 2/3 കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ ഫസ്റ്റ് നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനിൽ നിന്ന് ഇംപ്രോപ്പർ ആക്കണം. ഇംപ്രോപ്പർ എന്ന് പറയുമ്പോൾ നമുക്കിത് എല്ലാവർക്കും ചെയ്യാൻ അറിയാം. 3 into 2 6. 6 plus 2 is equal to 8. അപ്പൊ 8/3 ആണ് നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി അതിനെ നമ്മൾ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തിരിക്കണം. അതായത് റെസിപ്രോക്കൽ ഓഫ് ദിസ് ഫ്രാക്ഷൻ ഈസ് 3/8. അതായത് ഇപ്പൊ എന്താണ് 3/2 ആയിരുന്നെങ്കിൽ അതിനെ നമുക്ക് 2/3 ആക്കായിരുന്നു. ഇപ്പൊ 2/3 ആണെങ്കിൽ 3/2. അങ്ങനെ നമുക്ക് ന്യൂമറേറ്ററിനെ ന്യൂമറേറ്ററിലേക്കും നമ്മൾ റെസിപ്രോക്കലിൽ മാറ്റും. അടുത്തത് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ തളർന്നു. 7th question. Find the average of first 5 multiple of 5. അതായത് ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ 5 ഉണ്ട്, പിന്നെ 10 ഉണ്ട്, 15 ഉണ്ട്, 20 അല്ല അടുത്ത 20 ഉണ്ട്. ഇപ്പോൾ 1 2 3 4 ആയതേ ഉള്ളൂ. പിന്നെ 25 ഉണ്ട്. അപ്പോൾ ഇതിനെ 5നെ നമുക്ക് ആഡ് ചെയ്യണം. 15 15 30 plus 20 50 plus 25 is equal to 50 plus 25 എത്രയാ? 75. അപ്പോൾ 75 ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. 75 ഡിവൈഡഡ് ബൈ 5. 7 പോവില്ല. 1 8 ഇവിടെ 5 5s are 25. അപ്പോൾ 15 ആണ് ആൻസർ. അപ്പം find the average of first 5 multiples of 5 ന്റെ ആൻസർ 15. അപ്പോൾ ഇന്നത്തെ
വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ക്ഷീണിച്ചത് 10-20 ടേക്ക് എടുത്തിട്ടാണ് ഇത്രയും ഫിനിഷ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇനിയും MTSന്റെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും കമൻറ്റ് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോയും കൂടെ, കുറച്ച് വീഡിയോസും കൂടെ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.